ഇന്ന് നമുക്ക് ചീരയും ചെറുപയറും കൂടി ഒരു കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചച്ചീരയൊക്കെ ഒടിച്ച് കഴുകി നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. മണ്ണൊക്കെ കാണും, അതുകൊണ്ട് ചീര നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തില്ലെങ്കിൽ മണ്ണ് കടിക്കും നമ്മുടെ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനുമേ. ഇനി അതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, വെളുത്തുള്ളി, ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ എടുക്കാം. ഞാൻ ഈ കപ്പിൽ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു കുക്കറിലേക്ക് ഞാൻ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വേകാനായിട്ട് അടുപ്പത്ത് വെച്ചു. ആ സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പരയ്ക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറെടുത്തു. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കാന്താരിമുളക് ഇട്ടു. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളവും കൂടി ഒഴിച്ചൊന്ന് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട. ഇനി നമുക്ക് ആ ചീര ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ തോരത്തിനൊക്കെ ചീര അരിയത്തില്ലേ, അതുപോലെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുത്താൽ മതിയേ. ഇതുപോലെ അരിഞ്ഞെടുക്കണം. ചീര ഒടിച്ച് നമ്മൾ കഴുകുന്നതിന് മുന്നേ നോക്കണം അതിൻ്റെ പുറത്ത് പുഴുവോ വണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് എടുത്ത് കളയണം. ഞാൻ ചീരയൊക്കെ ഇവിടെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ നിന്ന് ചൂടാകട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തേ. അതിന് ശേഷം നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില്ലേ, ചീര ആ ചട്ടിക്കകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചീര അരിയുമ്പോൾ ഒരുപാട് കാണുമേ. ഇതൊന്ന് വാടി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത്തിരിയേ കാണുകയുള്ളൂ. ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു മൂടിയൊക്കെ വെച്ച് ഇതൊന്ന് അടച്ച് വെക്കണം. ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഇതൊന്ന് ചീരയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് വാടി വരട്ടെ. ഒരു 5 മിനിറ്റ് ശേഷം ഞാൻ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ശേഷം മൂടിയൊക്കെ തുറന്ന് നോക്കാം. ചീരയും പരിപ്പും കൂടെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം അരപ്പും ചീരയും പരിപ്പും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരണം. വെന്ത് പിന്നെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലിരിക്കണം. നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് പരുവത്തിനിരിക്കണം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇനി തിളച്ച് വന്നപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മൂടിയൊക്കെ വെച്ച് അടച്ചു കൊടുത്തു. നമുക്ക് കറിയൊക്കെ വാങ്ങി വെച്ച് ശേഷം നമുക്ക് ഒരു ബൗളിനകത്തേക്ക് കറി ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് കറി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചീരയും ഈ ചെറുപയറും ഒക്കെ കാണുമല്ലോ. ചെറുപയറും ചീരയും കൂടെ ഒന്ന് കറി വെച്ച് നോക്കണേ. നോക്കിയിട്ട് കഴിച്ചതിന് ശേഷം അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഞാനിടുന്ന വീഡിയോസിന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.